2020 ലോകകപ്പിൽ സൂപ്പർ എട്ടിൽ ഇന്ന് നടക്കുന്ന നിർണായകമായ മത്സരത്തിൽ ആതിഥേയരായ ശ്രീലങ്ക ന്യൂസിലാൻഡിനെ നേരിടും. സെമി പ്രതീക്ഷകൾ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരത്തെ വിജയം ആവശ്യമായതിനാൽ ജീവൻ മരണ പോരാട്ടം തന്നെയാകും കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. സൂപ്പർ എട്ടിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോടേറ്റ തോൽവി ലങ്കയ്ക്ക് തിരിച്ചടിയായപ്പോൾ ആദ്യ മത്സരം മഴ മൂലം മുടങ്ങിയതാണ് ന്യൂസിലാൻഡിന് തലവേദനയായത്. നിലവിൽ ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഒരു ടീമിന് മാത്രമാണ് രണ്ടാം ഗ്രൂപ്പിൽ നിന്നും സെമിയിലെത്താൻ കഴിയൂ. ഇന്ന് കിവീസിനോട് ലങ്ക പരാജയപ്പെട്ടാൽ ലങ്ക സെമി കാണാതെ പുറത്താകും. അതേസമയം ന്യൂസിലാൻഡ് ഇന്ന് പരാജയപ്പെട്ടാലും അവർക്ക് അവസാന മത്സരം വരെ പ്രതീക്ഷ ബാക്കിയുണ്ട്. ഇന്ന് രാത്രി 7 മണിക്കാണ് ശ്രീലങ്കയും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. സൂപ്പർ എട്ടിലെ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ താരം ബാബർ അസം നാണക്കേടിൽ വീണിരിക്കുകയാണ്. ലോകകപ്പിൽ ടെസ്റ്റ് കളിക്കുന്ന ബാബർ ഇംഗ്ലണ്ടിനെതിരെ 24 പന്തിൽ 25 റൺസാണ് നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ 500-ലധികം റൺസ് നേടിയ താരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് എന്ന മോശം റെക്കോർഡാണ് ബാബറിൻ്റെ പേരിൽ വന്നിരിക്കുന്നത്. 2020 ലോകകപ്പിൽ 111.5 മാത്രമാണ് ബാബറിൻ്റെ പ്രകടനശേഷി. തുടരെ 2020 ലോകകപ്പിൽ ടെസ്റ്റ് കളിച്ച് നാണക്കേടിൽ നിൽക്കുന്ന ബാബർ അസം 6 മത്സരങ്ങളിൽ നിന്നും ആകെ 91 റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത്. 2020 ലോകകപ്പിൽ നിന്നും നേരത്തെ തന്നെ പുറത്തായ അഫ്ഗാനിസ്ഥാൻ ടീം പുതിയ പരിശീലകരെ നിയമിച്ചു. ലോകകപ്പിന് ശേഷം സ്ഥാനമൊഴിഞ്ഞ ജോനാഥൻ ട്രോട്ടിന് പകരമായിട്ട് റിച്ചാർഡ് പൈബേഴ്സിനെയാണ് മുഖ്യ പരിശീലകനായിട്ട് അഫ്ഗാനിസ്ഥാൻ നിയമിച്ചിരിക്കുന്നത്.